ഇസ്രായേലും ഹമാസും തമ്മിലുള്ള വെടിനിർത്തൽ ബന്ദിമോചന ചർച്ചകൾ ഈജിപ്തിലെ കെയ്റോയിൽ തുടങ്ങി. ഇരുപക്ഷവും സമഗ്രമായ ഒരു കരാറിന് അന്തിമ രൂപം നൽകാൻ ശ്രമിക്കുകയാണ്. ആദ്യ റൗണ്ട് ചർച്ചകൾ നിരവധി ദിവസങ്ങൾ നീണ്ടു നിൽക്കുമെന്നാണ് വിവരം. ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള തൻ്റെ പദ്ധതി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെളിപ്പെടുത്തി ഒരാഴ്ച കഴിഞ്ഞാണ് ചർച്ചകൾ നടക്കുന്നത്. ട്രംപിൻ്റെ പദ്ധതിയിലെ നിർദ്ദേശമനുസരിച്ച് 250 പലസ്തീൻ സുരക്ഷാ തടവുകാർക്ക് പകരമായി ഹമാസ് തങ്ങൾ കൈവശം വച്ചിരിക്കുന്ന 40 ബന്ദികളെ മോചിപ്പിക്കും. മാത്രമല്ല, ഗാസ മുനമ്പിൽ നിന്ന് ഇസ്രായേൽ സൈന്യത്തെ ക്രമേണ പിൻവലിക്കുകയും ചെയ്യും. ചർച്ചകൾ കുറച്ച് ദിവസം നീണ്ടു നിൽക്കും. ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ റോയിറ്റേഴ്സിനോട് പറഞ്ഞു, താൽക്കാലികമോ ഭാഗികമോ ആയൊരു വെടിനിർത്തലല്ല, വെടിനിർത്തൽ നടപ്പിലാക്കുന്നതിന് മുമ്പ് പൂർണ്ണവും വിശദവുമായൊരു കരാറിലെത്തുക എന്നതാണ് ലക്ഷ്യമെന്നും ഉദ്യോഗസ്ഥൻ പറഞ്ഞു. ഗാസയിൽ നിന്ന് IDFനെ പിൻവലിക്കാനുള്ള സമയപരിധി, ഹമാസിൽ നിന്നുള്ള ഭരണമാറ്റം ഉൾപ്പെടെ നിരവധി തർക്ക വിഷയങ്ങളിലൂടെ ചർച്ചകൾ കടന്നുപോകും. ഇസ്രായേലും ഹമാസും തമ്മിലുള്ള വിടവുകൾ അടയ്ക്കാൻ ശ്രമിക്കുമെന്നും ഉദ്യോഗസ്ഥർ പറയുന്നു. ഫത്ത നേതാവ് മർവാൻ ബർഗൌട്ടി, പോപ്പുലർ ഫ്രണ്ട് ഫോർ ലിബറേഷൻ ഓഫ് പലസ്തീൻ സെക്രട്ടറി ജനറൽ അഹമ്മദ് സാദത്ത് എന്നിവരുൾപ്പെടെ 6 പ്രമുഖ തടവുകാരെ മോചിപ്പിക്കണമെന്ന ആവശ്യം ഹമാസ് ഉയർത്തുന്നുണ്ടെന്ന് ഒരു മുതിർന്ന പലസ്തീൻ ഉദ്യോഗസ്ഥൻ സൗദി ആസ്ഥാനമായുള്ള അൽ ഹദത്ത് നെറ്റ്വർക്കിനോട് പറഞ്ഞു. ഗാസ മുനമ്പിൽ നിന്ന് കുടിയിറക്കപ്പെട്ട താമസക്കാരെ തിരികെ കൊണ്ടുവരണമെന്നും ഹമാസ് ആവശ്യപ്പെടുന്നു. ഖത്തർ, ഈജിപ്റ്റ്, US എന്നീ രാജ്യങ്ങളുടെ മധ്യസ്ഥതയിലാണ് കെയ്റോയിലെ ചർച്ച. ഇസ്രായേൽ, ഹമാസ് പ്രതിനിധികൾ പങ്കെടുക്കുന്നു. ആയുധം ഉപേക്ഷിക്കണമെന്ന ആവശ്യത്തോട് ഹമാസ് പ്രതികരിച്ചിട്ടില്ല. ഈ സാഹചര്യത്തിൽ ഇസ്രായേൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. അതിനിടെ ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കാൻ എല്ലാവരും വേഗത്തിൽ പ്രവർത്തിക്കണമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിർദ്ദേശിച്ചു. സമാധാന പദ്ധതിയുടെ 1ാം ഘട്ടം ഈ ആഴ്ച നടപ്പിലാക്കുമെന്നും ട്രംപ് പറഞ്ഞു. സമയം വളരെ വിലപ്പെട്ടതാണ്, അല്ലെങ്കിൽ വലിയ രക്തച്ചൊരിച്ചിലുണ്ടാകും, ട്രംപ് മുന്നറിയിപ്പ് നൽകി. ബന്ദികളെ വളരെ വേഗം മോചിപ്പിക്കാൻ കഴിയുമെന്ന് കരുതുന്നതായും ട്രംപ് പറഞ്ഞു. അതേസമയം ഗാസയിൽ ഇസ്രായേൽ ടാങ്കുകൾ വീടുകൾ ഇടിച്ചു നിരത്തുന്നത് തുടരുകയാണ്. കഴിഞ്ഞ ദിവസം ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടത് 16 പേരാണ്. അതിനിടെ ട്രംപിൻ്റെ ഗാസ സമാധാന പദ്ധതിയിൽ നിറയെ അപകടങ്ങളുണ്ടെന്ന് ഹിസ്ബുള്ള തലവൻ നഈം ഖാസിം മുന്നറിയിപ്പ് നൽകി. യുദ്ധത്തിലൂടെ നേടിയെടുക്കാൻ കഴിയാത്ത ലക്ഷ്യങ്ങൾ ഇസ്രായേൽ ഈ കരാറിലൂടെ യാഥാർത്ഥ്യമാക്കുകയാണെന്നും ഹിസ്ബുള്ള തലവൻ വിമർശിച്ചു. ഈ കരാറിലൂടെ പലസ്തീൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കാനും മേഖലയുടെ സ്വയം നിർണയാവകാശം കവരാനുമുള്ള നീക്കമാണ് ഇസ്രായേൽ നടത്തുന്നതെന്നും നഈം ഖാസിം ആരോപിച്ചു. എന്നാൽ കരാർ സ്വീകരിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് ഹമാസ് ആണെന്നും അദ്ദേഹം പറഞ്ഞു. വാസ്തവത്തിൽ അപകടങ്ങൾ നിറഞ്ഞൊരു പദ്ധതിയാണിത്. സൈനിക നടപടി, ആക്രമണം, വംശഹത്യ, ക്ഷാമം എന്നിവയിലൂടെ ലക്ഷ്യം നേടിയെടുക്കുന്നതിൽ പരാജയപ്പെട്ട ഇസ്രായേലിൻ്റെ പദ്ധതിയാണിത്, അദ്ദേഹം വ്യക്തമാക്കി.